ഹായ് ഈ ഒരു ഹായ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം കുറേ സമയം ചെലവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നെങ്കിൽ സൗണ്ട് വല്ലാണ്ടാവുക, അല്ലെങ്കിൽ സൗണ്ട് തീരെയില്ല. എവിടെയായിരുന്നു വ്ളോഗ്സ് ഒക്കെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. എന്താണെന്ന് അറിയില്ല, ഒരു ശൂന്യാവസ്ഥ. ഇങ്ങനെ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വലിയ കോൺസെൻട്രേഷൻ ഇല്ല, അതിലേക്ക് ഒരു പ്രത്യേകിച്ച് ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഇനിയിപ്പോൾ. പിന്നെ പറഞ്ഞാൽ ഡെയിലി ഇങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ ഇപ്പോൾ വ്ളോഗ് ചെയ്യാന്നും കുറേ ഐഡിയാസ് ഉണ്ടെങ്കിലും അതിനോടൊക്കെ ഒരു മടിയും കൂടി ആയിട്ട് ഒരു മടി അത്ര തന്നെ. അപ്പം പറഞ്ഞു വരുന്നത്, ഇനിയും അങ്ങനെ ആയാൽ ശരിയാവൂലെന്ന് തോന്നിയിട്ടാണ് ഇന്നിപ്പോ വ്ളോഗ് ഇടാന്ന് വിചാരിക്കുന്നത്. ഇടയിൽ ഓരോ ബ്രേക്ക് എടുക്കുന്നതും പോരാഞ്ഞിട്ട് ഇതന്നെയാണോ എപ്പോഴും പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ, എനിക്ക് ഓരോ മൂഡ് സ്വിങ്സ് ആണ്. അപ്പം സ്ക്രീനിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയൊരു റെസിപ്പിയാണ്. ഇങ്ങനെ വലിയ പുതിയതൊന്നുമല്ല, പക്ഷേ ഇത് മാക്കറോണി വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതൊക്കെ പകരം കോൺഫ്ലവർ ഇട്ടേണ്ടതാണോ അല്ലെങ്കിൽ അതവിടെ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണോ അറിയില്ല, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലേനും. അത് എടുത്ത് തന്നെ ഫുള്ള് ഞാൻ കഴിച്ചിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളേനും. പിന്നെ ബാക്കിയൊക്കെ കുറച്ചുകൂടെ സോസൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഞാൻ പുതിയൊരു ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഈ സ്നേഹം എന്നുള്ളത്. ഈ ഒരു ബുക്കിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല ഹൈപ്പിൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് വേറൊരാളോട് ബുക്ക് വാങ്ങി വായിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ആ ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കണം. മീൻസ് ഫ്രെയിം ചെയ്ത് വെക്കുകയല്ല, എൻ്റെ കയ്യിൽ തന്നെ വെക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ബുക്ക് ഞാൻ വാങ്ങിയിട്ടേ വായിക്കുള്ളൂ എന്ന്. അങ്ങനെ അത് അത്യാവശ്യം ഒരു 3-4 പേജ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ഒരു കാര്യം വിട്ടുപോയി. ഈ വ്ളോഗിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 days ഇൻ മൈ ലൈഫാണ്. കാരണം ലൈഫിൽ ലേറ്റ്ലി കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇനിയിപ്പം ഇത് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പുതിയ കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ അപ്ഡേറ്റഡ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു വ്ളോഗിൻ്റെ അകത്തുള്ള 4 ദിവസങ്ങളും തമ്മിൽ കണക്റ്റഡ് ആയി കിടക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇതന്നെ ഒരു 2 വ്ളോഗ് ആക്കണമെന്ന്, 2 ടൈറ്റിൽ കൊടുത്തിട്ടൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ മടിയൊക്കെ കൂടെ വന്നപ്പോഴത്തേക്കും ഇത് കുറേ ദിവസം മുന്നത്തെ വീഡിയോ ആയിപ്പോയി. അപ്പൊ ഇനിയും ലേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബോറടി ആയിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ ഫുൾ കണ്ടു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാമല്ലോ. ഞാൻ ഈ എംബ്രോയിഡറി നൂലൊക്കെ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഫുൾ പാസ്റ്റൽ കളേഴ്സ് ആണുള്ളത്. ഒരു 50 നൂല് പ്ലസ് ഒരു 4-5 നൂലും കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് പാക്കൊക്കെ നോക്കി ഫുള്ള് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് അതിൽ കാണിച്ചു തന്നത്. പിന്നെ ഞങ്ങൾ അമ്മേന്റെ ഷോപ്പിലേക്ക് പോയി. ഷോപ്പിൽ നിന്ന് അറേബ്യൻ മജ്ലിസിലേക്കാണ് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇതിൽ നിന്ന് വന്നൊരു കൊളാബ് ചെയ്യുന്നു ഇത്. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഒരു വ്ളോഗാണ് വിചാരിച്ചത്. അപ്പം എൻ്റെ ഫാമിലിയിൽ ആന്റിയും അങ്കിളും, അമ്മമ്മ, അമ്മച്ചൻ, പിന്നെ മാമന്റെ മോനും, ഞാൻ, അമ്മ, എൻ്റെ അനിയത്തി, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ ഓൻ വരാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വെയിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടേനും. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇൻട്രോ ഒക്കെ എടുത്ത് കുറേ നേരം അതിനുള്ളിൽ ഇരുന്ന് ഓരോന്നും കഥയൊക്കെ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഫുഡൊക്കെ വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാലില്ലേ, ഈ ഒരു VK റോഡിലെ അറേബ്യൻ മജ്ലിസിലേക്ക് ഞാൻ എപ്പോഴും എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കാണലുണ്ടേനും. ആസ് യൂഷ്വൽ നമ്മൾ എല്ലാവരും നോക്കുന്ന പോലെ തന്നെ ഞാനും അവിടുത്തെ നൈറ്റിലെ വൈബും ഒക്കെ കണ്ടിട്ട് നോക്കാറുണ്ടേനും. അവിടെ എപ്പോഴാണ് പോവാന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഞാൻ പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ അതൊരു കൊളാബായിട്ട് ഇന്ത്യയിലേക്ക് വരുമെന്ന് എനിക്കറിയില്ലേനും. അത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നും ഒരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ ഒരു സംഭവം പോലെ തോന്നി. എല്ലാവർക്കും ഇപ്പോൾ ഈ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒന്നും വലിയ കാര്യം ആയിക്കൊള്ളുന്നില്ല, പക്ഷെ എനിക്ക് ഇതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും എൻ്റെ എല്ലാ ഫാമിലി ആയിട്ട് എനിക്ക് പോകാൻ പറ്റി. പിന്നെ നല്ല അത്രയും അടിപൊളി ഫുഡ് ചെയ്യുന്നു, ആംബിയൻസ് ആണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് തീരുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് റീഫിൽ ചെയ്ത് തരാം. നമ്മൾ അത്രയും നല്ലപോലെയാണ് ഒരു ട്രീറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പം ആരെങ്കിലും ഈ ഭാഗത്തേക്ക് ഉണ്ടെങ്കിൽ ഇത് കൊളാബായിട്ട് പറയല്ല, മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം ആ ഒരു ഭാഗത്തേക്ക് ഇത്രയും ലൈറ്റ്സും ഒക്കെ ആയിട്ടുള്ള ആ ഒരു മന്തി ഷോപ്പ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് മിറർ ഫോട്ടോസ് ഒരു വീക്ക്നെസ് ആണ്. മീൻസ് സാധാ ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടിലും ഇതാണ് എനിക്കിഷ്ടം. ബ്ലാ 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 എല്ലാം ഇന്നെ കഴിച്ചിട്ടേ ആളുള്ളതുകൊണ്ട് ഈ ഒരു സംഭവത്തിനൊന്നും വലിയ ടൈം എടുത്തില്ല. 1-2 ട്രയൽ നോക്കിയല്ലാണ്ട് കുറേ പ്രാവശ്യം തെറ്റിപ്പോവുകയോ ഓരോന്നും പറയാണ്ടിരിക്കൊന്നും ചെയ്തിട്ടില്ല. ഇവരൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ കുറെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഓക്കെ ആയിനും. അങ്ങനെ അത് കഴിഞ്ഞ് പോരാൻ നേരം ഞാനൊരു 2 കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് കുനാഫ വാങ്ങാൻ വേണ്ടി പോയിട്ട് എന്നോട് ഇത് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ ഇത് വാങ്ങിയിട്ട് പോകുന്നതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിയാണ്. എല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ് വന്നത്. ഞാനും അമ്മയും അനിയത്തിയും കൂടെ സ്കൂട്ടറിലാണ്. അപ്പം ഇവരെ യാത്ര പറയുന്നൊക്കെ സമയത്ത് ഞങ്ങളിങ്ങനെ ഓരോ കോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ദിവസേനും ഈ ഒരു ദിവസം. എൻ്റെ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാനും, അത്യാവശ്യം ചെറിയൊരു ദിവസമാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കിയിട്ട് ആ ഒരു ഹാപ്പിനെസ്സിനെ അങ്ങോട്ട് എടുക്കാനുമാണ് എനിക്കിഷ്ടം. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ്.
ഈ ഒരു ദിവസം എനിക്കൊരു 3 ഓർഡർ വന്നിട്ടുണ്ടേനും 2 വലിയ ഫ്രെയിമും ഒരു സ്ക്രാപ്പ് ബുക്കും ചെയ്യാനുണ്ട്. ഈ ഒരു ദിവസം ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇത്രയും വെയിറ്റും ഉണ്ട് സാധനത്തിന്. അപ്പൊ ഒക്കെ കൂടി ആയിട്ട് ഫുൾ ഒരു മൂഡ് ഓഫ് ആയിട്ടാണ് പോകുന്നത്. പോരാത്തതിന് കിട്ടിയ സീറ്റിലാണെങ്കിൽ വെയിലടിച്ചിട്ട് ആകെ ചൂടായി കിടക്കുകയാണ്. ഞാനാണെങ്കിൽ ആ ഫ്രെയിമൊക്കെ പിടിച്ചിട്ട് എങ്ങനെയോ ആണ് വീട്ടിലെത്തിയത്. അപ്പം ആ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേനും. അങ്ങനെ വീട്ടിൽ വന്ന് ഈ സ്ക്രാപ്പ് ബുക്കിന്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാന്ന്. പക്ഷെ ഞാനാണെങ്കിൽ ആ സ്ക്രാപ്പ് ബുക്കിന്റെ പകുതി പണി ചെയ്തിട്ടുണ്ട്, ബാക്കിയും കൂടി ചെയ്യാനുള്ളൂ. പിന്നെയാണെങ്കിൽ അതിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പണിപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കുറച്ച് നല്ല രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് ബാക്കി പണിയും കൂടി ചെയ്യുന്നത്. ഞാൻ ശരിക്കും നാളെ തുടങ്ങാന്നും അത് നാളെ തന്നെ ചെയ്ത് തീർക്കാന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നാളേക്ക് മടി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യൂല. അതിനോണ്ട് അന്ന് തന്നെ ഇരുന്നിട്ട് ഇത്രയൊക്കെ ആക്കി വെച്ചിട്ട് ബാക്കി പണിയൊക്കെ നാളെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുന്നത്. ഈ ഒരു ഓർഡർ എൻ്റെ കസിന് വേണ്ടിയിട്ട് കസിന്റെ ഫ്രണ്ട് ആദിജി തന്ന ഓർഡറാണ്. ഇത്രയാക്കി വെച്ചിട്ട് ഞാൻ കിടന്ന് ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത പറഞ്ഞാല് ഈ ഒരു സ്ഥലത്ത് വന്നാല് ഇതിന്റെ വേറെ ഇതൊരു ഭാഗമുണ്ട്, അവിടുത്തെ അമ്പലത്തിലും കൂടി പോകണം. അങ്ങനെ ഞങ്ങൾ ഈ അമ്പലം ഫുള്ള് തൊഴുത് ചന്ദനമൊക്കെ വാങ്ങി ഇത് മറ്റേ അമ്പലത്തിലും കൂടെ പോയി. ഇവിടുന്ന് ഇതേപോലെ ചന്ദനമൊക്കെ കിട്ടി. അവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ടേനു. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ കസിൻ ലെന. ഞങ്ങളെല്ലാരും കുഞ്ഞാഞ്ഞാന്നാണ് വിളിക്കുക. ഞങ്ങൾ അമ്പലം ഫുള്ള് തൊഴുകൊക്കെ കഴിഞ്ഞിട്ട് അല്ലറ ചില്ലറ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടുന്ന് ഇങ്ങനെ നീങ്ങുന്ന സമയത്താണ് 2 ചേച്ചിമാര് അപ്പുറത്തെ ഭാഗത്തു കൂടെ പോകുന്നത്. അപ്പൊ ഞാനും അതിന്റെ അകത്ത് കൂടെ തന്നെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ്. നോക്കുമ്പോ ഓർക്ക് ആ സൈഡിലേക്ക് തിരിഞ്ഞ ഓരോ വീട്ടിലേക്കുള്ള വയ്യേനു. കുറച്ച് ജമ്മെങ്കിലും ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ അത്രയും വലിയ സ്റ്റെപ്പ് ഇറങ്ങുന്നതിലും ഭേദം ഇതാണ് പറഞ്ഞിട്ട് ഞാൻ കൂട്ടി കൊണ്ടുവന്നു. പിന്നെ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് എത്തി കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൂന്തൽ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞിരുന്നു എന്റെ ഒരു മെയിൻ തെറാപ്പി പറയുന്നത് കുക്കിംഗ് ആണ്. ഒക്കെ ഞാൻ ഓരോ റെസിപ്പി ഒക്കെ നോക്കിയിട്ടാണ് കുക്ക് ചെയ്യുക. ഇടയ്ക്ക് എന്റെ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യും. അങ്ങനെ ചായക്ക് ദോശയും ചായയും കൂന്തൽ കറിയും കൂട്ടി കഴിച്ചു. എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് വേണം ഈ സാധനം ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ. അതുകൊണ്ട് അതും കൂടെ ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ ഓർഡർ തന്ന ആള് ഉച്ചക്ക് വരും. ആ സസ്പെൻസ് ആക്കി വെച്ച കാര്യം ഞാൻ അങ്ങ് പൊളിച്ചു. കസിനോട് പറഞ്ഞത് പോരായിട്ട് കോൾ ചെയ്ത സമയത്ത് ലൗഡ് സ്പീക്കറിലിട്ട് ബാക്കിയെല്ലാം അങ്ങോട്ട് പൊളിച്ചു. അപ്പൊ എല്ലാത്തിനും എന്നോട് നന്ദി പറഞ്ഞിട്ട് മൂപ്പത്തി എനിക്ക് മുട്ടായൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഈ ഒരു സാധനം അത്യാവശ്യം വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടേനു. ഇത് എനിക്ക് അങ്ങനെ ഒരു റാപ്പിംഗ് ഷീറ്റിലൊക്കെ പൊതിയണം എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പൊ എനിക്ക് കുറച്ചൊരു നോർമലായിട്ട് പൊതിയാനുള്ള സമയം ഉള്ളേനും, കാരണം എനിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ടേനും. അതുകൊണ്ട് തന്നെ പാക്കിംഗ് ഒക്കെ എത്രയും വേഗം കഴിച്ച് ഇതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ചേച്ചി വന്ന് ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിറ്റേ ദിവസമാണ് റിസപ്ഷനൊക്കെ പോകാനുള്ളത്. ആ വ്ലോഗ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക. ഈ വ്ലോഗ് ശരിക്കും ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടതാണ്, പക്ഷെ അപ്പോഴേക്കും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ടൗണിൽ പോകാനൊക്കെ ഉണ്ടേനും. സൺഡേ ആയതുകൊണ്ട് ബ്ലോക്കിലൊക്കെ കുടുങ്ങിയിട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പിറ്റേ ദിവസം വ്ലോഗ് അപ്ലോഡ് ആക്കാന്ന്. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കുറെ നേരം ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്മമ്മന്റെ വീട്ടിലേക്ക് പോവാണ്. എന്റെ മുഖത്താണെങ്കിൽ ഒരു ഭാഗത്ത് കുരു പോയിട്ട് അടുത്ത ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് ഞാൻ അടിച്ചതാണ്. അതൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് എന്തോ ഡിലീറ്റ് ആക്കിയ സമയത്ത് അതും കൂടി പോയി. സ്നേഹത്തിന്റെ കൂടെ തന്നെ ഞാനിപ്പോ വായിക്കുന്ന ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. അത് അന്നൊരു ദിവസം വായിച്ചതല്ലാണ്ട് അതിനുശേഷം ഞാൻ വായിച്ചിട്ടില്ല. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത് പിടിച്ചതാണ്. എപ്പോഴാണ് വായിക്കാൻ തോന്നുന്നത് വെച്ചാൽ അപ്പം എടുത്ത് വായിക്കാന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ അവിടേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു വഴി കണ്ടില്ലേ, ഇത് ഞാൻ 2 കൊല്ലം സഞ്ചരിച്ച പാതകളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, എന്റെ ഫോണിൽ ചാർജ് ഇല്ലേനും. ചാർജറൊക്കെ ആയിട്ടാ പോയതെങ്കിലും ഇല്ലേ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഈ എംബ്രോയിഡറി നൂലൊക്കെ വെച്ചിട്ട് ബാക്കി പണി ചെയ്യാണ്. എന്റെ അമ്മ സ്റ്റിച്ച് ചെയ്യുന്നോണ്ട് തന്നെ എനിക്ക് ഈ ചെറിയൊരു പരിപാടി ഇതിൻ്റെതുണ്ട്. ഈ നൂലുകളൊക്കെ ഞാൻ മര്യാദയ്ക്ക് എടുത്ത് വെക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു പണിയാണ് ഇത് ഫുള്ളും ഇങ്ങനെ നിവർത്തിയിട്ട് ഒരു ഭാഗം കട്ട് ചെയ്യും, എന്നിട്ട് ആ നൂല് ഫുള്ളും പിരിച്ചിടും. ഈ മുടിയൊക്കെ പിരിച്ചിടുന്ന പോലെ ബ്രെയ്ഡ് ചെയ്ത് ഇട്ടിട്ട് വേണ്ട സമയത്ത് ഇത് ഒറ്റൊന്ന് മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലുകൾ ഒട്ടാകെ കുടുങ്ങി പോവില്ല, അത് കുറച്ച് ശ്രദ്ധിച്ചെടുത്താൽ മതി. ഈ ഒരു എംബ്രോയിഡറി നൂലല്ലാണ്ട് കുറച്ചു കാലം മുന്നേ ഒരു 2 ഇയർ മുന്നേ എനിക്ക് കുറേ എംബ്രോയിഡറി നൂലുണ്ടേനും. ഞാൻ 7th പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ട്. അതിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഇല്ലേനും. ആ സമയത്ത് ഇവർക്ക് എംബ്രോയിഡറി പഠിപ്പിച്ചു കൊടുത്തത് ഞാനേനും. അപ്പം ആ ടൈമിലുള്ള ഫ്രെയിമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ള
വെച്ചിട്ടുള്ള റാബ് ഹാങ് ചെയ്യുന്ന ഒരു DIY ചെയ്തിട്ടുണ്ട്. അത് അന്ന് വാങ്ങി വെച്ച നൂലൊക്കെ പിന്നെ ഞാൻ കുറെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു പോവുകയും ഒഴിവാക്കൊക്കെ ചെയ്തിട്ടുണ്ടേനു. ഇനി ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഒരു A to Z ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ശരിക്കും ഞാൻ അന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഓരോ എക്സിബിഷൻസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വർക്ക് എക്സ്പീരിയൻസിന്റെ എക്സിബിഷനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ എംബ്രോയിഡറി വർക്കിങ്ങിനായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടേനും ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ കോമ്പറ്റേറ്റീവ് മനസ്സ് കുറച്ച് കുറവാണ്. മീൻസ് ഈ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാൻ പറയുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള പരിപാടിയല്ല. അതിനോണ്ട് തന്നെ ഞാൻ ഒന്നിനും നിൽക്കലില്ലേനു. അഥവാ അപ്പം നിൽക്കുകയാണെങ്കിൽ തന്നെ ഡ്രോയിങ് കോമ്പറ്റീഷൻസിനാണ് പിന്നെയും നിൽക്കല്. ഒരു 4th വരെയൊക്കെ ഫുൾ സ്പോർട്സിനും, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ളും ഡ്രോയിങ്ങിലേക്കായി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ ഫുൾ ഇൻവേർട്ടറാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഉണ്ടേനും. ഇന്ന് ഞാൻ അവിടുന്ന് ചെയ്യുന്ന സമയത്ത് ഒരു ഏച്ചിയായിട്ട് കമ്പനിയായി. നോക്കുമ്പോൾ ആ ഏച്ചി ഹയർ സെക്കൻഡറിയിലുള്ള എംബ്രോയിഡറിന്റെ കോമ്പറ്റീഷനിൽ ജില്ലയിലേക്ക് സെലക്ട് ആയതാണ്. അപ്പോൾ അന്ന് എനിക്ക് ഇത്രയും സ്റ്റിച്ചസ് ഒന്നും അറിയൂലേനും. ആ സമയത്ത് ആ ഏച്ചി കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ പറഞ്ഞു തന്ന്. അതേപോലെ ആ ഏച്ചിയാണ് എനിക്ക് ഈ ഒരു നൂല് ബ്രെയ്ഡ് ചെയ്ത് വെക്കുന്നതിന്റെ കാര്യം പറഞ്ഞു തന്നത്. അന്നാണെങ്കിൽ അത് കാണാൻ നല്ല രസമുണ്ടേനും. കുറെ കളേഴ്സ് ഓഫ് നൂല് ഇങ്ങനെ പിരിച്ചിട്ട പോലെ ഉള്ളതൊക്കെ. അങ്ങനെ അന്ന് ഞാൻ എന്റെ നൂലും അങ്ങനെ ഫുള്ള് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടേനും. ആ നൂല് അതിന്റെ ഇടയിൽ വെച്ച് എവിടുന്നോ മിസ്സായിപ്പോയി. പിന്നെ ആ ജില്ലയിൽ പോയത് എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് എനിക്ക് അവിടെയൊക്കെ പോയി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ സംഭവിച്ചു. പിന്നെ ആ ഒരു ഹാളിലാണെങ്കിൽ ഞങ്ങള് ഓരോന്നൊന്നും സെലക്ട് ആയ ആൾക്കാരുണ്ടേനും. അപ്പോൾ ഓരോരുത്തർ ഓരോ ഭാഗത്ത് നിന്നിട്ട് ഓരോ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ കാണുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നല്ലോ. അങ്ങനെ ഞാനന്ന് ചന്ദനത്തിരി ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്, വെജിറ്റബിൾ പ്രിന്റ് ചെയ്യാൻ പോയിട്ടുണ്ട്, ക്ലേ വെച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ കൂട്ടത്തിലും ഇങ്ങനെ ചെയ്തിട്ട് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻട്രോവേർട്ട് അല്ല കേട്ടോ, പക്ഷെ എന്നാലും ഇൻട്രോവേർട്ട് ആയിരുന്നു. ഒരു ഉൾവലിവ്. സ്റ്റിൽ ഇതൊക്കെ ഓരോ മെമ്മറീസ് ആണ്. ഈ ഒരു വർക്കിൻ്റെത് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങളോട് ഇതൊക്കെ പറയണം എന്ന് എനിക്ക് ഉണ്ടേനും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഊരൊക്കെ ഒരു പരിവായിണ്ട്. അത്രയും കഷ്ടപ്പാടാണ് ഇത് ചെയ്യാൻ. ഒരു 54 നൂലൊക്കെ ഇങ്ങനെ ഇരുത്തത്തിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൊള്ളാമല്ലേ? അല്ല കേട്ടോ, എൻ്റെ അനിയത്തിയും കൂടെ കുറച്ച് നൂലിങ്ങനെ സഹായിച്ചു തന്നതിനെ കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. ഇത് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അത് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുവരെ അത് തൊട്ടിയില്ല. കുറച്ചു നേരം സെൽഫ് കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിയത്. പക്ഷെ എന്തായാലും ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ടൗണിലേക്ക് പോവാണ്. അവിടെ ഓയാസിന്റെ അകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. കുറച്ച് നൂലും അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. പ്രിയന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സ്കൂൾ നാളെയും പിക്ക് ചെയ്തിട്ട് അത്യാവശ്യം കുറെ പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാത്തതിനെ കൊണ്ട് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ച്. ഓള് ഉച്ചക്ക് കഴിച്ചിട്ടും ഉണ്ട്. എനിക്കാണെങ്കിൽ വേണമെന്നില്ലേനും, അതുകൊണ്ട് ഒന്ന് വാങ്ങിയത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.